ചികിത്സ നിഷേധിച്ചത് മൂലം 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. യു.പിയിലോ ബീഹാറിലോ ഗുജറാത്തിലോ ഒന്നുമല്ല, ഇങ്ങ് കേരളത്തിൽ, നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിച്ചത്. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ഗവൺമെൻറ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഗുരുതരമായ ചികിത്സാ നിഷേധം മൂലം 37 വയസ്സുകാരൻ ബിസ്മിർ മരണപ്പെട്ടു. ആ വാർത്ത നമുക്ക് കണ്ടിട്ട് വരാം. ബിസ്മിറിന് പ്രായം 37 സ്വിഗ്ഗി ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് നേരത്തെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗമുള്ള ആളല്ല എന്നുള്ളതാണ് ഭാര്യ പറയുന്നത്. അന്ന് ജനുവരി 19 പുലർച്ചെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഈ ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രി എന്ന നിലയിലാണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1:28 ഈ ദൃശ്യം തുടങ്ങുന്നത്. അതിനുശേഷം 1:33 ആകുമ്പോഴും അവിടെ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറും നഴ്സും വേണ്ട ആശുപത്രിയിൽ ഒരു മനുഷ്യനും അവർക്ക് സഹായമായി എത്തിയിട്ടില്ല. അതിൽ ഇന്നലെ ഭാര്യയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിൽ ഭാര്യ പറയുന്നത്, ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു, എന്നെ രക്ഷിക്കൂ, ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ചു. അതുപോലെ തന്നെ ബിസ്മിറും നിലവിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ബിസ്മിറും ആ ആശുപത്രി വരാന്തയിൽ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. ഇത്രയും സമയം ആരും അവിടെ സഹായത്തിന് എത്തിയില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ആശുപത്രി വരാന്തയിൽ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതിന് ഉത്തരവും ഇന്നലെ ഭാര്യ പറഞ്ഞു. കാരണം ഗ്രിൽ തുറന്നു നൽകാൻ തയ്യാറായില്ല. ആശുപത്രി അധികൃതർ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, കിടത്തി ചികിത്സ അടക്കമുള്ള ആശുപത്രിയാണ്, പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഗ്രിൽ തുറന്നു നൽകിയില്ല എന്നുള്ള ഗുരുതരാവസ്ഥ. ആ അനാസ്ഥ തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. കാരണം അതിലൊരു വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്, തെരുവുനായ ശല്യം ഉള്ളതുകൊണ്ട് താക്കോലിട്ട് ഒരു ആശുപത്രിയുടെ പൂട്ടി എന്നുള്ളതാണ്. ആശുപത്രി പൂട്ടി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഡോക്ടർമാരും നഴ്സും ഒക്കെ അവിടെ ഉറങ്ങുകയായിരുന്നു. ഇവർ കോളിംഗ് ബെല്ലടിച്ചു, നിലവിളിച്ചു, എന്നിട്ടും അവർ കേട്ടില്ല. ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് തെരുവുനായുടെ ശല്യം മൂലം അത് അടച്ചിട്ടിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യമാണ്. പക്ഷേ പോയപ്പോൾ ആർക്ക് പോയി? ഒരു പാവം 37 വയസ്സുകാരന് പോയി, അവൻ്റെ വീട്ടുകാർക്ക് പോയി, ആ കുടുംബത്തിൻ്റെ അത്താണി പോയി. ഇവിടെ ചികിത്സാ റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തേടിയിട്ടുണ്ട്. എന്തുണ്ടാക്കാനാണ്? ഒന്നും നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ മാസവും ഇതുപോലെ ഒരു ചികിത്സാ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു വേണുവിൻ്റെ കാര്യത്തിൽ, ചവറ സ്വദേശി വേണുവിൻ്റെ കാര്യത്തിൽ. അതിലെന്താണ് ശുപാർശ ചെയ്തിരുന്നത്? കൂട്ടിരിപ്പുകാരോടുള്ള പെരുമാറ്റം, ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണമെന്നാണ് അതിൽ ശുപാർശ ചെയ്തിരുന്നത്. ഇതിൽ കൂടുതൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സർക്കാർ ശമ്പളം വാങ്ങിച്ച്, സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് ജോലി ചെയ്യാതെ നിങ്ങൾ കൊന്നതാണ് എന്ന് ഞാൻ പറയും. നഷ്ടപ്പെട്ടപ്പോൾ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിനും ആ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാർക്കും മാത്രമാണ് നഷ്ടപ്പെട്ടത്. അല്ലാതെ ആർക്കും ഒരു നഷ്ടമില്ല. ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. കഴിഞ്ഞ ഒരു വർഷം തന്നെ എത്ര അന്വേഷണ റിപ്പോർട്ടുകൾ കിട്ടി? ഇതിലൊക്കെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറേ സർവീസ് സംഘടനകളുണ്ട്, കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള കുറേ സർവീസ് സംഘടനകൾ. എന്തെങ്കിലും നടപടികൾ വരുമെന്നറിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒരുമിച്ച് സമരത്തിനിറങ്ങും. എന്ത് കാണിക്കാനാണ്? ഇതെല്ലാം ഓർക്കുക, സാധാരണക്കാരൻ്റെ നികുതി പണമാണ്. സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ പോകുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബത്തിനും മാത്രമാണ്.